back, my dear students, to our English online class. Previous days we discussed the topic The Last Leaf by O. Henry. That we completed. Today we are going to discuss its textual questions and textual activities. Let us start. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ദ ലാസ്റ്റ് ലീഫ് എന്നുള്ള കഥയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. എഴുതിയിട്ടുള്ളത് ഒ ഹെൻറിയാണ്. ആ പാഠഭാഗം നമ്മൾ പൂർത്തീകരിച്ചു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും അതോടൊപ്പം തന്നെ ചില പ്രവർത്തനങ്ങളുമാണ്. ആ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ, വാട്ട് ആഡഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് വില്ലേജ്? എന്താണ് ഗ്രീൻവിച്ച് വില്ലേജിലേക്ക് വരാനുള്ള ഒരു പ്രത്യേകത, താല്പര്യം എന്താണ്? ദ ഓൾഡ് ഡേർട്ടി ബിൽഡിങ്സ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ദ ബൊഹേമിയൻ ലൈഫ് ആഡഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ഗ്രീൻവിച്ച് വില്ലേജ്. അവിടെയുള്ള മലിനമായിട്ടുള്ള ബിൽഡിങ്സ്, അപ്പാർട്ട്മെൻറ്റ്സ്, ബൊഹേമിയൻ ജീവിത രീതി തുടങ്ങിയവയൊക്കെ തന്നെയാണ് ആ ഗ്രീൻവിച്ച് വില്ലേജിലേക്ക് താല്പര്യത്തോടെ ആളുകൾ അവിടേക്ക് വരുന്നത്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ആൻ ഇൻസ്റ്റൻസ് ഓഫ് പേഴ്സണിഫിക്കേഷൻ ഇൻ ദ സ്റ്റോറി. വാട്ട് എഫക്ട് ഡസ് ദിസ് ഹാവ്? പേഴ്സണിഫിക്കേഷന് ഉദാഹരണം എഴുതുക. എന്ത് പ്രതിഫലനമാണ് ഇതിലൂടെ ഉളവാകുന്നത്? ഇൻ നവംബർ, എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ whom the doctors called pneumonia stalked about the city, touching one here and there with his icy finger, is an instance of personification. The personification makes pneumonia a living character waiting to attack human beings. ഇപ്പം ന്യൂമോണിയ എന്നുള്ള കാര്യത്തെയാണ് ഇവിടെ പേഴ്സണിഫിക്കേഷൻ മനുഷ്യത്വാരോപണമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു ജീവിയായിട്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ഗുണങ്ങൾ, മനുഷ്യൻ്റെ പ്രത്യേകതകൾ. ഓക്കെ. തേർഡ് വൺ, ഡു യു തിങ്ക് ദ ഡോക്ടേഴ്സ് മെഡിക്കേഷൻ വുഡ് റിയലി ഹെൽപ്പ് ജോൺസി? ഗീവ് റീസൺസ്. ഡോക്ടറുടെ ആ ഒരു മെഡിക്കേഷനും മറ്റുമൊക്കെ ജോൺസിയുടെ രോഗത്തെ മാറ്റാൻ പൂർണ്ണമായിട്ടും അത് സഹായിച്ചുവോ? കാരണങ്ങൾ നൽകുക. നോ, ജോൺസി ഹാസ് ഓൾറെഡി ഡിസൈഡഡ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് വെൽ. തീർച്ചയായിട്ടും ജോൺസി ഓൾറെഡി തീരുമാനിച്ചിരുന്നു അവൾ ഒരിക്കലും രോഗം ഭേദമാകില്ല എന്ന്. മെഡിക്കേഷൻ വിൽ നോട്ട് ഹെൽപ്പ് ഇഫ് വി ഡോണ്ട് ഹാവ് ദ മെൻ്റൽ സ്ട്രെങ്ത് ആൻഡ് ഹോപ്പ് ടു ഗെറ്റ് വെൽ. തീർച്ചയായിട്ടും മെഡിക്കേഷൻ മാത്രം പോരാ, അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു കാര്യവും പ്രതീക്ഷയും ഒക്കെ ആണ്, അതുതന്നെയാണ് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായകമായ കാര്യങ്ങൾ. ഫോർത്ത് വൺ, വാട്ട് ആസ്പെക്ട്സ് അതർ ദാൻ മെഡിസിൻസ് can help a patient recover from a serious illness? തീവ്രമായ രോഗത്തെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. വിൽ പവർ, ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ് ആർ ആസ്പെക്ട്സ് അതർ ദാൻ മെഡിസിൻസ് ദാറ്റ് can help a patient recover from a serious illness. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം, ഇച്ഛാശക്തി, വിശ്വാസം, പ്രതീക്ഷ, ഇവ ഒക്കെ തന്നെയാണ് രോഗിയായിട്ടുള്ളവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായകമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഫിഫ്ത്ത് വൺ, വൈ ഡിഡ്സ് യു ഗോ ടു ജോൺസീസ് റൂം വിസ്ലിംഗ്? വാട്ട് മെസ്സേജ് ഡസ് ഹെർ ആക്ഷൻ കൺവേ? എന്തുകൊണ്ടായിരുന്നു ജോൺസിയുടെ റൂമിലേക്ക് സ്യു ചൂളമടിച്ചു പോയത്? എന്താണ് ഇത്? എന്ത് മെസ്സേജാണ്? ദാറ്റ് ഈസ് ദ ഫിഫ്ത്ത് വൺ. To instill confidence in Johnsy, the message is you will be soon all right, Johnsy, be cheerful. തീർച്ചയായിട്ടും അവർ രോഗത്തു നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അതുകൊണ്ട് അതിലൂടെ സൂചിപ്പിക്കുന്നത്. What does the expression counting backwards reveal about Johnsy's state of mind? ഇപ്പോഴത്തെ അവരുടെ മാനസിക നിലയെ സൂചിപ്പിക്കുന്നത് എന്താണ്? ഏത് കൗണ്ടിങ് ബാക്ക്വേർഡ്സ് എന്നുള്ളത് എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്? The expression counting backward reveals Johnsy's pessimism. ഇവിടെ പെസിമിസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. That is the sixth one. Then next one, 7. There goes another. How did Johnsy correlate the leaves with her own life? അതാ മറ്റൊരു ഇല കൂടി വീണിരിക്കുന്നു. എങ്ങനെയാണ് ആ ഇലയെ സ്വന്തം ജീവിതത്തോട് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? She believed that she would die when the last leaf fell. അവർ വിശ്വസിക്കുന്നു എപ്പോഴാണോ ആ വള്ളിച്ചെടിയിലെ ഇല വീഴുന്നത് അന്ന് താൻ മരണപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നു. ദാറ്റ് ഇസ് ദ സെവൻത്ത് വൺ. എയ്ത്ത് വൺ, ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ വിത്ത് യു, സേസ് സ്യു ടു ജോൺസി. വാട്ട് ഡസ് ഇറ്റ് ടെൽ അസ് അബൌട്ട് ദെയർ റിലേഷൻഷിപ്പ്? തീർച്ചയായിട്ടും ഞാൻ നിന്നോടൊപ്പം
നിൽക്കാം എന്ന് സ്യൂ ജോൺസിയോട് പറയുന്നുണ്ട്. ഇതിലൂടെ അവരുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത്? It tells us that their friendship is deep and strong. ആഴത്തിലുള്ളതും ശക്തവുമാണ് അവരുടെ സൗഹൃദ ബന്ധം എന്നതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. 9th, why do you think O. Henry portrayed Berman as a pathetic, old and successful artist? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഓ ഹെൻറി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബർമൻ എന്ന് പറയുന്നത് പാത്തറ്റിക് ആണ്, ഓൾഡ് അൺസക്സസ്ഫുൾ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഹെൻറി portrays Berman in such a way to evoke sympathy for the character and to make him immortal. And 10, identify the expression which suggests that Berman loved Sue and John C. a lot. ബർമൻ സ്യൂവിനെയും ജോൺസിയെയും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന പ്രയോഗം എടുത്തെഴുതുക. The expression a watchdog and protector suggests that Berman loved Sue and John C. a lot. വാച്ച്ഡോഗ്, പ്രൊട്ടക്ടർ ഇവയാണ് അതിനെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ. 11th, what was the blank canvas in Berman's studio waiting for? ഒഴിഞ്ഞു കിടക്കുന്ന ആ ചിത്രലേഖന തുണി എന്തിനു വേണ്ടിയാണ് അത് കാത്തിരിക്കുന്നത്? The blank canvas was waiting for his promised masterpiece. താൻ വാക്കുകൊടുത്തിരിക്കുന്ന ആ അമൂല്യ കലാസൃഷ്ടി വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കാത്തിരിക്കുന്നത്. Then why did Sue and Berman look at wine fearfully? എന്തുകൊണ്ടാണ് ബർമനും സ്യൂവും ആ വള്ളിച്ചെടിയിലെ ഇലകളെ ഭയത്തോടെ നോക്കിയത്? ജോൺസി റിലേറ്റഡ് ഹെർ ഡെത്ത് വിത്ത് ദ ഫോളിംഗ് ലീവ്സ് ഓഫ് ദ വൈൻ, സോ സ്യൂ ആൻഡ് ബർമൻ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ഫിയർഫുള്ളി. അവിടെ നോക്കാൻ കാരണം ജോൺസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇല ബന്ധപ്പെട്ടെടുക്കുന്നു, അതുകൊണ്ടാണ്. Then 13th, why does the author call Johnsy merciless? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ ജോൺസിയെ മെഴ്സിലെസ് എന്ന് പറയാൻ? ഓതേഴ്സ് കോൾസ് ജോൺസി മെഴ്സിലെസ് ബിക്കോസ് ഷീ വാണ്ട്സ് ടു ഡൈ ആൻഡ് നോട്ട് ടു ലിവ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ്. മരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് പറയുന്നത്, ഈ മനോഹരമായ ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹം അവൾക്കില്ലാത്തതുകൊണ്ടാണ്. ഹൗ ഡിഡ് ദ ലാസ്റ്റ് ലീഫ് ഓൺ ദ വൈൻ അഫക്റ്റ് ജോൺസി? എങ്ങനെയാണ് അവസാനത്തെ ആ ഒരു വള്ളിച്ചെടിയിലെ ഇല ജോൺസിയെ ബാധിക്കുന്നത്? The last leaf made her understand that it was a sin to want to die. തീർച്ചയായിട്ടും മരിക്കുക എന്ന് പറയുന്നത് എന്താണ്, അത് പാപമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Soon after Johnsy started showing signs of recovery, she expressed her wish to paint the Bay of Naples. What does it tell us about her? തീർച്ചയായിട്ടും രോഗം ഭേദമായതിനു ശേഷം അവർ പ്രകടിപ്പിച്ചു, എനിക്ക് നേപ്പാൾ ഉൾക്കടലിൻ്റെ ചിത്രം വരയ്ക്കണം എന്നൊക്കെ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്? It tells us that she is a creative artist and wants to reach lofty heights. തീർച്ചയായിട്ടും ക്രിയാത്മകമായിട്ടുള്ള നല്ലൊരു ആർട്ടിസ്റ്റാണ്, കലാകാരിയാണ്, അങ്ങേയറ്റം വലിയ ഉയരങ്ങൾ കീഴടക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Why didn't the last ivy leaf flutter or move? എന്തുകൊണ്ടാണ് അവസാനത്തെ ഇല നീങ്ങുകയോ അനങ്ങുകയോ അല്ലെങ്കിൽ വീഴുകയോ ചെയ്തിരുന്നത്? The last leaf didn't flutter or move because it wasn't a real one but a painting by Berman. ഇത് യഥാർത്ഥമായിരുന്നില്ല, യഥാർത്ഥത്തിൽ അത് ബർമൻ വരച്ചതായിരുന്നു, അതൊരു പെയിൻറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ടാണത് അനങ്ങാതിരിക്കാൻ കാരണം. Then next one, let's revisit and reflect. What is the role of a patient's conviction, willpower in the process of getting cured of a disease? Do you think it has a positive role? Why? എന്താണ് ഇവിടെ ഒരു രോഗിയുടെ അവരുടെ കൺവിക്ഷൻ, ഇച്ഛാശക്തിയുടെ പങ്ക് അല്ലേ? ഇവിടെ നമ്മൾ രോഗം ഭേദമാകുന്നതിൻ്റെ ആ ഘട്ടം നമ്മളോട് കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഡു യു തിങ്ക് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് റോൾ? അതൊരു പോസിറ്റീവായിട്ടുള്ള പങ്ക് തന്നെയല്ലേ? എന്തുകൊണ്ട്? കൺവിക്ഷൻ ആൻഡ് വിൽ പവർ പ്ലേ എ വെരി പ്രോമിനൻറ്റ് ആൻഡ് പോസിറ്റീവ് റോൾ ഇൻ എ പേഷ്യൻസ് ലൈഫ്. They, along with hope and confidence, raise a patient's spirits and will help her to overcome the disease. Many prominent persons have successfully fought even terminal diseases with their willpower. For a sound body, one needs a sound mind. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ധാരാളം ആളുകൾ രോഗത്തിൽ നിന്ന് ഉണർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇച്ഛാശക്തിയും അതോടൊപ്പം തന്നെ ദൃഢനിശ്ചയവും ഒക്കെ തന്നെയാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവരെ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. Do you think Berman drew the leaf knowing well that he was
risking his own life give reasons. നിങ്ങൾ കരുതുന്നുവോ ബർമൻ അദ്ദേഹം വരയ്ക്കുന്നത് അറിഞ്ഞുകൊണ്ടാണോ വരച്ചിട്ടുള്ളത്? കാരണങ്ങൾ നൽകുക. Berman always called himself as a watchdog and protector of the two artists. It was very difficult for him to understand the uncanny belief of Jonesy, and he was very concerned outside. It was raining heavily and there was every possibility that he would get pneumonia. Still, he risked his life because he wanted Jonesy to live. ജീവൻ പോയാലും കുഴപ്പമില്ല, ജോൺസി ജീവിതത്തിൽ തിരിച്ചു വരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ്. Do you think the painting was Berman's masterpiece? Substantiate what message does it convey? നിങ്ങൾ കരുതുന്നുവോ ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് മാസ്റ്റർ പീസ് ആയിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? സമർത്ഥിക്കുക. സബ്സ്റ്റാൻഷിയേറ്റ്, സാധൂകരിക്കുക. വാട്ട് മെസ്സേജ് ഡസ് ഇറ്റ് കൺവേ? എന്ത് മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത്? Yes, the painting was Berman's masterpiece. It was not a mere painting, but a life saying one as it transformed Jonesy to a woman who wants to live and not die. It is indeed a masterpiece as it gave life to someone. Masterpiece എന്നതിലുപരി ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ജീവനാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? തിരികെ കിട്ടുന്നത് എന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. Then activity 1. Now that you have read the story, the last leaf, complete the story map given below. നമ്മൾ ലാസ്റ്റ് ലീഫ് എന്നുള്ള പാഠഭാഗം വായിച്ചു കഴിഞ്ഞു. ഇനി താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റോറി മാപ്പ് പൂർത്തീകരിക്കുക. Come on, first one, title. What is the title here? That is The Last Leaf. Then author O. Henry. Then characters Berman, Sue, Jonesy, Doctor. Okay, they are the main characters. Then setting, that is all three story brick house in Greenwich Village. That is the setting. Then problem is, what is that? Pneumonia had affected, yes, Jonesy, and she think that she will die after the last leaf falls. Okay, that is the problem. Okay, then many events. Jonesy and Sue are artists who move into Greenwich Village in New York City, and okay, they live as a artist. Okay, then Jonesy affected pneumonia, and she overcome by the painting of Berman. Solution here, Jonesy recovers due to the last leaf. Berman is pained and fills her mind. Then themes, you can write the themes, main themes: love, sneham, friendship, optimism, then power of hope, then affectionate and sympathy shown by the old artist Berman. Activity 2, Sue and Berman have different character traits, yet they have something in common. Fill in the character map indication maps given below. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്യൂ, ബർമൻ, ഇവർക്ക് രണ്ടുപേർക്കും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുണ്ട്. പക്ഷേ എന്നിട്ടും അവർ ചില കാര്യങ്ങളിൽ അവരൊരുപോലെയാണ്. ഫിൽ ഇൻ ദ ക്യാരക്ടർ ഇൻഡിക്കേഷൻ മാപ്പ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേഷൻ മാപ്പ് പൂർത്തീകരിക്കുക. യൂസിങ് വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ആക്ഷൻസ് ആൻഡ് ദെൻ കോട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ടു ജസ്റ്റിഫൈ യുവർ വേർഡ്സ്. സ്യൂവിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തനങ്ങൾ, കോട്ടിംഗ് സെൻറ്റൻസ് അത് പാഠഭാഗത്തു നിന്ന് എടുത്തെഴുതുക. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, സ്യൂ, വേർഡ്, ആക്ഷൻ, കോട്ട്. Okay, loyal, that's the word. Action is decide to stay with Jonesy and cheer her up. Then quote, I would rather stay here with you. Then second one, kind and considerate. Then action is getting back to work to make money to buy Jonesy some good port wine. That is the action. Then quoting is, now try to take some soup, use good port wine. Then affectionate, next word, affectionate. Tells Jonesy that she didn't want her to keep looking at those silly ivy leaves. The last one, I don't want you to keep looking at those silly ivy leaves. Word, sympathetic. Tells Berman that Jonesy is very ill and too weak. Then next one, quoting, she is very ill and very weak
and think of me if you think of yourself. That is the ഫസ്റ്റ് വൺ. ഇപ്പോൾ ഇതൊക്കെ അവർ സൂചിപ്പിക്കുന്ന സ്വഭാവ സവിശേഷത സൂചിപ്പിക്കുന്ന വാക്കുകളും അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളും അത് സൂചിപ്പിക്കുന്ന കൊട്ടേഷനൊക്കെയാണ്. ദ നെക്സ്റ്റ് വൺ ബർമൻ, വേർഡ് ആക്ഷൻ കോട്ട്, പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക്. കം ഓൺ ആക്ഷൻ questions the attitude of John C. Quoting, are there people in the world who are foolish to die simply because the leaves fall from an old ivy vine? Okay. Then wise speaks from his experience, that is the action. Then quote, I have never heard such a thing, that is the quoting. Then fatherly feelings, blames Sue for permitting John C. to keep her ideas. Why do you permit such a silly ideas come to her mind? Then last one, sympathetic, sad and sorrowful about the case of John C. Oh, that poor little Miss John C. Okay, that's all. Then now write a paragraph comparing and contrasting the characters. ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. Okay. I think all of you got the idea about these questions and textual activities. We can continue in the next class. Still wait. Have a nice day. Thank you.